കൊച്ചേട്ടൻ്റെ കത്ത്. ബോസിഞ്ഞോ പരിഹാസം പായസമാണ്. പ്രിയ DCL കൂട്ടുകാരെ, അർജന്റീനയും കേപ്പ് വെർദെയും തമ്മിലുള്ള ആവേശ പോരാട്ടം അന്ത്യത്തോടടുക്കുകയാണ്. അമേരിക്കയിലെ മിയാമി സ്റ്റേഡിയം 2026 ഫിഫ വേൾഡ് കപ്പിലെ ഏറ്റവും വികാരഭരിതമായ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. ജനകോടികളുടെ രോമാഞ്ചമായ കാൽപന്ത് കളിയുടെ മഹാരാജാവ് ലയണൽ മെസ്സിയുടെ 5ലധികം ഷോട്ടുകളാണ് കരിങ്കൽ ഭിത്തിയിലിടിച്ച് തെറിക്കുന്നത് പോലെ ഗോൾ മുഖത്തിൻ്റെ നാനാവശങ്ങളിലേക്കും ചിതറി വീഴുന്നത്. അവസാനം അർജന്റീന കഷ്ടിച്ചു കടന്നുകൂടുമ്പോൾ തൻ്റെ ഏറ്റവും കൂടുതൽ ബോളുകൾ തടഞ്ഞു തെറിപ്പിച്ച ആ ഗോൾ കീപ്പറിന് സ്വന്തം ജേഴ്സി ഊരി നൽകി ലയണൽ മെസ്സി ആദരിക്കുകയാണ്. കൂറ്റൻ താടിയും ചുളുങ്ങിയ മുഖവുമായി ഒരു മനുഷ്യൻ നിന്നു കരയുകയാണ്. 5 ലക്ഷത്തിലധികം മാത്രം ജനങ്ങളുള്ള തൻ്റെ കൊച്ചു രാജ്യത്തിൻ്റെ വിലാസം ആകാശത്തോളം ഉയർത്തിയ കളിക്കളത്തിലെ ആ കാരണവരുടെ പേര് ജോസ്മർ ജോസെ എവോറോ ഡയസ് എന്നാണ്. എന്നാൽ അയാൾ ഇന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്നത് കുഞ്ഞു മുത്തശ്ശി എന്നർത്ഥം വരുന്ന ബോസിഞ്ഞോ എന്ന ഓമന പേരിലാണ്. 1986 ജൂൺ 3 കേപ്പ് വെർദ രാജ്യത്തിലെ സോവോ വിസെന്റ് ദ്വീപിൽ അതിദരിദ്രനായി ജനിച്ച ബോസിഞ്ഞോ ആണിത്. പിതാവ് പട്ടാളത്തിലും അമ്മ കൂലിവേലയ്ക്കും പോയതിനാൽ സ്വന്തം ഔദ്യോഗിക പേരാക്കി മാറ്റിയ ബോസിഞ്ഞോ ആണിത്. ഫുട്ബോൾ കളിയോടുള്ള അടങ്ങാത്ത അഭിനിവേശം മൂലം കളിക്കളം കിടപ്പാടമായെങ്കിലും ഉയരക്കുറവ് മൂലം പരിശീലകർ പരിഹസിച്ചിറക്കിവിട്ട ബോസിഞ്ഞോ ആണിത്. ഡ്രൈവറായും ഇലക്ട്രീഷ്യനായും കൂലിപ്പണിയെടുത്ത ബോസിഞ്ഞോ ആണിത്. എന്നാൽ 20-ാം വയസ്സിന് മുന്നേ തന്നെ 6.3 അടി ഉയരം നേടി അംഗോള, മോൾദോവ, സൈപ്രസ്, സ്ലോവാക്യ, പോർച്ചുഗൽ തുടങ്ങിയ നിരവധി രാജ്യങ്ങളുടെ ടീമുകളിൽ കളിച്ച് ജയിച്ച് 2026 ഫിഫ ലോകകപ്പിൻ്റെ രോമാഞ്ചമായ സൂപ്പർ ഗോൾ കീപ്പർ ബോസിഞ്ഞോ ആണിത്. പ്രിയ കൂട്ടുകാരെ, ബോസിഞ്ഞോ എന്ന കാൽപന്തുകളിക്കാരൻ തൻ്റെ കൈകൾ കൊണ്ട് തട്ടിയെറിഞ്ഞത് മെസ്സി ഉൾപ്പെടെയുള്ള ലോകതാരങ്ങളുടെ ചാട്ടുളിപ്പന്തുകളിയായിരുന്നോ? അല്ലേ അല്ല. കളിക്കളത്തിൽ അയാൾ സശ്രദ്ധം ഗോൾ മുഖത്ത് മിഴികൂട്ടാതെ നിന്ന് നാനാവശങ്ങളിൽ നിന്നും പലരും വീശിയടിച്ച പന്തുകൾ കൃത്യമായി തട്ടിമാറ്റിയിട്ടുണ്ട്. എന്നാൽ അതിനു മുന്നേ തന്നെ അയാൾ തൻ്റെ നേരെ പലതും വലിച്ചെറിഞ്ഞ പരിഹാസത്തിൻ്റെയും ആക്ഷേപങ്ങളുടെയും ആരോപണങ്ങളുടെയും തട്ടിമാറ്റിയിട്ടുണ്ട്. കൗമാരത്തിൽ കളിക്കളത്തിലെ കുള്ളൻ വള്ളികളെ അയാൾ തട്ടിത്തെറിപ്പിച്ചു. പൊക്കക്കുറവിൻ്റെ കളിപ്പേരുകൾക്കൊപ്പം മുത്തശ്ശനെയും ദൈവത്തെപ്പോലെ അനുസരിച്ചപ്പോൾ കൂട്ടുകാർ വിളിച്ച കുഞ്ഞു മുത്തശ്ശി എന്ന പരിഹാസ പേരുകൾ കൊണ്ട് അയാൾ തൻ്റെ ജീവിതമധുരത്തിൻ്റെ പായസമുണ്ടാക്കി. തന്നെ തളർത്താനും പരാജയപ്പെടുത്താനായി അരികിലുള്ളവർക്ക് വലിച്ചെറിഞ്ഞ ആക്ഷേപങ്ങൾ അയാൾ തൻ്റെ പ്രതിരോധശേഷിയുടെ ആഹാരമാക്കി. കൂട്ടുകാരെ, ജീവിക്കാനും അതിജീവിക്കാനും നിങ്ങൾ പരിശ്രമിക്കുമ്പോൾ നിങ്ങളുടെ പരിസരത്തു നിന്നും ഉയരുന്ന പരിഹാസങ്ങളെ പായസം പോലെ രുചിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയും. ഗാലറിയിലിരുന്ന് കമൻ്റ് അടിക്കുന്നവർക്ക് മെയ്യനങ്ങി കളിക്കുന്നവരല്ല, വെറും കാണികൾ മാത്രമാണെന്ന് ഓർക്കുക. നിങ്ങളുടെ വിജയത്തിനായി കളിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നറിയുക. വിജയാശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ.